ഹലോ നമസ്കാരം. നമ്മുടെ പല വീഡിയോ താഴെയും പല ആളുകളും ചോദിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. അതായത് ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡായ RSBY കാർഡ്, അതല്ലെങ്കിൽ PMJY കാർഡിനെ കുറിച്ച്. ഇന്നത്തെ A to Z ഇൻഫോവിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ, പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കുവാൻ സാധിക്കുമോ, അതുപോലെ നഷ്ടപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്ത് ചെയ്യും, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എങ്ങനെ ലഭിക്കും തുടങ്ങിയിട്ടുള്ള സുപ്രധാനമായ കാര്യങ്ങളാണ് ഇന്നത്തെ A to Z ഇൻഫോവിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡായ RSBY കാർഡ്, അതല്ലെങ്കിൽ PMJY കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എസ് എന്നും, അതല്ല നിങ്ങൾക്ക് ഇതുവരെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡും ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, അതായത് RSBY കാർഡ്, അതല്ലെങ്കിൽ PMJY കാർഡ് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ, അതായത് നിലവിൽ കാലാവധിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, അതല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചാണ്. അതിന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് 2019 അവസാനമായി ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കൽ വന്നിട്ടുള്ളത്. 2018 19 പുതുക്കിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ പരിരക്ഷ ലഭിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കുവാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം, റേഷൻ കാർഡിൻ്റെ പുറകുവശത്ത് RSBY കാർഡോ അതല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെയോ സീലുകളുണ്ടോ എന്ന് നോക്കുക. ഇനി അതുമല്ലെങ്കിൽ നിലവിലുള്ള RSBY കാർഡ്, അതായത് പണ്ടുള്ള ചിപ്പുള്ള കാർഡാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ പിറകുവശത്ത് 2019 എന്നോ അല്ലെങ്കിൽ 2018 എന്ന് ഉള്ള ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പരിരക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, അതായത് PMJY കാർഡാണ് ഉള്ളത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് അർഹതയുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു റേഷൻ കാർഡിൽ ആർക്കെങ്കിലും ഒരാൾക്ക് PMJY കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് പുതുക്കിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്കെല്ലാം ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പരിരക്ഷ ലഭിക്കുന്നതാണ്. ഉദാഹരണമായി ഗ്രേനാഥക്ക് മാത്രമേ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളൂ എന്നുണ്ടെങ്കിലും അതിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും എമർജൻസി വരുന്ന സമയത്ത് ഹോസ്പിറ്റലുകളിൽ അവർക്ക് സെപ്പറേറ്റ് കാർഡ് ഉണ്ടാക്കി നൽകുന്നതാണ്. സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡായ RSBY കാർഡ് വന്ന സമയത്ത് ആ റേഷൻ കാർഡിലുള്ള 5 പേർക്ക് മാത്രമേ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ പിന്നീടത് PMJY ആയി മാറ്റിയപ്പോൾ ആ റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്കെല്ലാം സെപ്പറേറ്റ് കാർഡ് ഉണ്ടാക്കി അവർക്കെല്ലാം അറിയാതുണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഉദാഹരണമായി അവർക്ക് ആ റേഷൻ കാർഡുള്ള സമയത്ത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നു. അവർ പിന്നീട് വിവാഹം ചെയ്തോ അതല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് മറ്റു റേഷൻ കാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പുതുതായിട്ട് വന്നിട്ടുള്ള ആ റേഷൻ കാർഡിൽ ആർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ രംഗത്തിനും ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ നിലവിൽ ആർക്കും ആ റേഷൻ കാർഡിൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പുതുതായി ഭർത്താവിൻ്റെ റേഷൻ കാർഡിലേക്കോ മറ്റോ വന്നു കഴിഞ്ഞാൽ ആ റേഷൻ കാർഡിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ രംഗത്തിനും ആരോഗ്യ ഇൻഷുറൻസിന് അർഹത ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, അതായത് സെപ്പറേറ്റ് ഉണ്ടാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നഷ്ടപ്പെട്ടു പോവുകയോ അതല്ലെങ്കിൽ പെട്ടെന്നുള്ള ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ ഇല്ലാതാവുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്. നമ്മൾ മുൻപുള്ള വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം, വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് സ്വന്തമായി തന്നെ ആധാറിൽ നിന്നുള്ള OTP മുഖേന ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി അതല്ല, നമ്മുടെ ആധാർ കാർഡുമായി ചെന്നാൽ ഹോസ്പിറ്റലുകളിൽ നമുക്ക് സെപ്പറേറ്റ് കാർഡ് ഉണ്ടാക്കി തരുന്നതുമാണ്. എന്നാൽ നിലവിൽ അഡ്മിറ്റായ കേസുകളിൽ മാത്രമേ ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഒരു സെപ്പറേറ്റ് കാർഡ് ഉണ്ടാക്കി നൽകുകയുള്ളൂ. മറ്റു പല ആളുകളും ചോദിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റു സംശയമായിരുന്നു, 2019 ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കുവാൻ സാധിച്ചില്ല, ഇനി എന്ത് ചെയ്യും? പ്രത്യേകം ശ്രദ്ധിക്കുക, 2018 19 മാത്രമേ അവസാനമായി പുതുക്കൽ വന്നിട്ടുള്ളൂ. അതിനുശേഷം ഇതുവരെ, അതായത് 2026 ജൂലൈ മാസം വരെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കാൻ സാധിക്കുന്നില്ല. ഇനി എന്നാണോ പുതിയതായി ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വരുന്നത് അന്ന് മാത്രമേ ഇത്തരം ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ. ഇനി പുതുക്കലല്ല വരിക, പുതുതായി ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്നാണ് വരിക അന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡും. നിലവിൽ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ ഒരു അറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല. പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ അറിയിപ്പ് വരുന്ന മുറയ്ക്ക് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ പരിരക്ഷ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്തിരിക്കൽ നിർബന്ധമാണ്. കാരണം
അതിൻ്റെ ക്ലെയിം നമ്മൾ വാങ്ങുന്ന സമയത്ത് ഫിംഗർ പ്രിൻറ്റും അതുപോലെ OTP നൽകൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും സഹായങ്ങൾ നിങ്ങൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഫോളോ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുകയും അതുവഴി നിങ്ങളുടെ എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ ബന്ധപ്പെടാവുന്നതുമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബ് ചാനലിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ കൂടാവുന്നതാണ്.